ഹായ് ഗായ്സ്, തിരുവാതിരയ്ക്ക് എല്ലാവരുടെയും വീട്ടിൽ കൂവയൊക്കെ ഉണ്ടാക്കുമോ? ഇവിടെ ഉണ്ടാക്കൂട്ടോ. ഞങ്ങൾ കൂവയൊക്കെ മേടിക്കുകയാണ് ചെയ്തത്. അങ്ങനെ തിരുവാതിരപ്പണികളൊക്കെ തുടങ്ങി. അച്ഛനാണ് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞു തന്നത്. ഞാനും അമ്മയും കൂടി പിന്നെ അത് കഴുകി ചെറിയ പീസുകളാക്കിയിട്ട് നുറുക്കി വെച്ചു. പിന്നെ ഒരു വലിയ പാത്രം എടുത്തിട്ട് അതിൽ ഒരു വെള്ളത്തുണി കെട്ടി വെച്ചു. ഉള്ളിൽ വെള്ളം നിറച്ചിട്ടുണ്ട്. പിന്നെ ആ ചെറിയ പീസുകളൊക്കെ ജാറിലാക്കിയിട്ട് മിക്സിയിൽ അരയ്ക്കാട്ടോ ചെയ്ത്. ആദ്യമൊക്കെ ഇടിക്കാട്ടോ ചെയ്യുക, ഇപ്പോഴാണ് മിക്സിയിൽ അരയ്ക്കാൻ തുടങ്ങി. അങ്ങനെ ഈ ചെറിയ പീസുകളൊക്കെ അരച്ച് പാത്രത്തിൽ തുണി കെട്ടി വെച്ചതിലേക്ക് ഒഴിക്കുക ചെയ്യുക. പിന്നെ അതിൽ ഉള്ള വെള്ളത്തിൽ അതൊക്കെ മിക്സ് ചെയ്ത് അതൊക്കെ നന്നായിട്ട് പിഴിഞ്ഞെടുക്കും. പിഴിഞ്ഞെടുത്തത് പിന്നെ അടയൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുക ചെയ്യട്ടോ. അങ്ങനെ ഒരു 10-20 റൗണ്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ടാവും. അങ്ങനെ എല്ലാം പിഴിഞ്ഞ് മാറ്റിയതിന് ശേഷം ആ പാത്രം അനങ്ങാതെ വെക്കുക ചെയ്യുക, വെള്ളം ഊറാൻ വേണ്ടിയിട്ട്. അങ്ങനെ അടുത്ത ദിവസം ആകുമ്പോഴേക്കും വെള്ളമൊക്കെ ഊറിയിട്ടുണ്ടാവും. പൊടി അടിയിൽ എത്തിയിട്ടുണ്ടാവും. പൊടി അടിയിലെത്തി കഴിയുമ്പോൾ പിന്നെ അതെടുത്ത് വെയിലത്ത് വയ്ക്കുക. വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കുറച്ചായിട്ട് ഉണങ്ങാൻ തുടങ്ങും. ആദ്യത്തെ ദിവസം പാത്രത്തിൽ തന്നെ വയ്ക്കുക ചെയ്ത്, അപ്പോൾ കുറച്ച് ഉണങ്ങി വന്നു. രണ്ടാമത്തെ ദിവസം പരത്തി ഇടുകയാണ് ചെയ്തത്, അപ്പോൾ കുറച്ചുകൂടി ഉണങ്ങി. മൂന്നാമത്തെ ദിവസമായപ്പോഴേക്കും നല്ലോണം ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല വെയിലുള്ള സമയമായ കാരണം പെട്ടെന്ന് പൊടിയായി കിട്ടി. പിന്നെ അമ്മ അത് വേഗം എടുത്ത് ഒരു പാത്രത്തിലാക്കി വെച്ചു. 5 നാഴി പൊടിയാണ് കിട്ടിയത്, 5 കിലോ കൂവ മേടിച്ചിട്ട്. തിരുവാതിരയ്ക്ക് പിന്നെ കൂവയും വിരകി പപ്പടം കൂട്ടി അടിച്ചു.